പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളുടെ നീണ്ട നിരകളെ കാണുമ്പോൾ അധികം പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോൾ നാം പലപ്പോഴും ക്ഷീണിച്ചും പല ചോദ്യങ്ങളും ചോദിക്കുന്നവരാണ്. പ്രാർത്ഥിച്ചിട്ട് എന്തേ ഇങ്ങനെ, ഇത്രയധികം പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതൊക്കെ എന്താണ് ഇങ്ങനെ, ഇനി പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഒട്ടനവധി ചിന്തകളും ഒട്ടനവധി ചോദ്യങ്ങളും ചോദിക്കാറുള്ളവരാണ്. വിശുദ്ധ വേദപുസ്തക ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്? നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. ആ വേദഭാഗത്തിൽ ആ പദം ഞാൻ എടുക്കുന്നു. നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നതെന്ത്? ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ ഒട്ടനവധി പേരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആവർത്തിച്ച് ഉരുവിടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം വന്നു ഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ എന്തേ? പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉപവസിക്കുന്നുണ്ടെങ്കിലും അനർത്ഥങ്ങൾ വിട്ടൊഴിയാതെ മാറാതെ മാറി മാറി വരുന്ന പ്രതിസന്ധികൾ വളരെയധികം അനുഭവിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, ഈ വന്ന് ഭവിക്കുന്നത് അതൊക്കെ എന്താ? ഞങ്ങളുടെ ആത്മീയത നോക്കിയാൽ, ദൈവമായിട്ടുള്ള ബന്ധം നോക്കിയാൽ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത് ഒരു അതിശയം പോലെയാണ്. എൻ്റെ വീടിനകത്ത് എന്തേ ഇങ്ങനെ വന്നു പറ്റി? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റിപ്പോയെ? സ്തോത്രം. എൻ്റെ ചുറ്റുപാടുകൾ മാത്രം എന്താ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും നേരിടേണ്ടി വരുന്നത്? പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ ഘോരമായ വെല്ലുവിളികൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, ഇന്ന് ഈ പ്രഭാത സമയത്ത് അങ്ങനെ ചോദിച്ച് മനം മടുത്തുപോയ, ഹൃദയം തളർന്നുപോയ, ഇനിയും എന്തേ ഞാൻ ഇനിയും അനുഭവിക്കണോ, എൻ്റെ കുടുംബം ഇനിയും അനുഭവിക്കണമോ എന്ന് ചോദിച്ച ചില ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവപ്രവർത്തിയുടെ നാളുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പരിശുദ്ധാത്മാവ് തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗിദെയോൻ എന്ന മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഗിദെയോനോട് പറയുന്ന ഒരു പദത്തിന് മറുപടി കൊടുക്കുന്നതാണ് നാം വായിച്ചു കേട്ടത്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞപ്പോൾ തിരിച്ചു പറയുന്ന ഒരു മറുപടിയാണ്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നു ഭവിക്കുന്നതൊക്കെ എന്ത്? ഇന്ന് ചില കുടുംബങ്ങളെ നോക്കി, ചില തലമുറകളെ നോക്കി, ചില അഭിഷക്തന്മാരെ നോക്കി പരിശുദ്ധാത്മാവിൽ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൈമാറുന്നു. മാറി മാറിയുള്ള പരിശോധനകളും മാറി മാറിയുള്ള പ്രതികൂലങ്ങളും അടിക്കടി ജീവിതത്തിൽ ഉയരുമ്പോൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനകത്ത്, എൻ്റെ മിനിസ്ട്രിക്കകത്ത്, എൻ്റെ തലമുറയിൽ ഈ വന്നു ഭവിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് കാരണം? ദൈവം ഞങ്ങളെ അറിയുന്നില്ലേ? ദൈവത്തിന് ഞങ്ങളെ മനസ്സിലാകുന്നില്ലേ? ദൈവത്തിന് ഞങ്ങളുടെ അവസ്ഥകൾ മാറ്റാൻ കഴിയത്തില്ലേ എന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ. ചില ദൈവപ്രവർത്തികൾ, ആരും ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികളും ആരും സ്തോത്രം ആലോചിച്ചിട്ടു പോലുമില്ലാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിനകത്തു ചെയ്ത് ദൈവം അത്ഭുതങ്ങളെ കാണിക്കാൻ പോകുക. പ്രൈസ് ഗോഡ്.
അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, പാസ്റ്റർ, ഞങ്ങൾ മാറി മാറി ഇങ്ങനെ സന്ദേശങ്ങൾ കേൾക്കുന്നവരാണ്, ഞങ്ങൾ മാറി മാറി ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ പ്രശ്നം മാറാൻ പോകുന്നു, പ്രതികൂലം മാറാൻ പോകുന്നു, പ്രതിസന്ധി മാറാൻ പോകുന്നു എന്നുള്ള പ്രസംഗങ്ങൾ ഒട്ടനവധി കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ പ്രസംഗം കേൾക്കുകയല്ലാതെ ജീവിതത്തിനകത്തു മറ്റൊരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. ആ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിഥ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ ചില പ്രതിസന്ധികളുടെ പിന്നിൽ ചിലടത്ത് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട് ദൈവം, ചിലരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തതുകൊണ്ട്, യഹോവയുടെ സന്നിധിയിൽ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്യാതെ അനിഷ്ടമായത് ചെയ്തതുകൊണ്ട്, ചില പ്രതിസന്ധികൾ വിട്ടൊഴിയാതെ, ചില പ്രതിസന്ധികൾ വഴിമാറാതെ തീരെ നമ്മളെ തകർത്തുകൊണ്ട് തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ നാം ഒരു മടങ്ങിവരവിലേക്ക്, യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത് സ്തോത്രം വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ലൈഫിനകത്ത് വെളിപ്പെടുത്തണം. ആ ഭാഗം 1 അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഗിദെയോൻ ചോദ്യം, നമുക്ക് വന്ന് ഭവിക്കുന്നത് എന്ത്? അങ്ങനെ ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിനകത്ത് വലിയൊരു മിറക്കിൾ, വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നു. വന്നു ഭവിച്ച വേദനകളെ കണ്ട് മനം തണുത്തിരിക്കാനല്ല, തളർന്നു പോകാനല്ല, വന്നു ഭവിച്ച പ്രതിസന്ധികൾക്കകത്തൊന്നും അതിശക്തിയോടെ മുൻപോട്ട് പോകാൻ, ആർജവത്തോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് കൃപ പകർന്ന്, ദൈവശക്തി പകർന്ന് നമ്മെ വഴി നടത്തും. വളരെ ശക്തിയോടും ദൈവാശ്രയ ബോധ്യത്തോടും കർത്താവിന്റെ സന്നിധി മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.